കേരളത്തിലെ തന്നെ ശ്രദ്ധേയനായ ചിത്രകാരനായ നേമം പുഷ്പരാജ് സാറാണ്. 1985 മുതലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുന്നത് ഓർമ്മകൾ, പരിസ്ഥിതി, അതുപോലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്നിവയൊക്കെ തന്നെയാണ്. ഇന്ന് ഡെസ്തോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു പ്രദർശനത്തിലും അതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് സാറിനോട് ചോദിക്കാം. സാർ, ഈ ഡെസ്തോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു പ്രദർശനം വഴി ആളുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു സന്ദേശം എന്താണ്? സത്യത്തിൽ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം വരയ്ക്കുക, അത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ വരച്ച് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരം അവസരങ്ങളിലാണ് നമ്മൾ പ്രദർശനത്തിലൂടെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. എൻ്റെ ഈ ചിത്ര പരമ്പരയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഏതൊരു ചിത്രകാരനും ചെയ്യുന്നത് അവൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ, പ്രതിഷേധങ്ങൾ, ദുഃഖങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ എല്ലാം ചിത്രത്തിന് ഭാഷയാകാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹ്യമായി നിൽക്കുന്ന ഒരുപാട് അനീതികൾ, അസമത്വങ്ങൾ, അതുപോലെ തന്നെ വാക്ക് പാലിക്കാതെ വരുന്നതിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ ആരാണോ നമ്മളോട് വാക്ക് പാലിക്കേണ്ടത്, സത്യസന്ധത പുലർത്തേണ്ടത്, അവരൊക്കെ ഒരു തരം കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നേതാക്കളാവാം, അല്ലെങ്കിൽ നമുക്ക് മാതൃകയായിട്ടുള്ളവരാവാം. അവരിൽ നിന്ന് അങ്ങനെ ഒരു അനീതി ഉണ്ടാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്താറുണ്ട്. കാരണം നമ്മൾ അത്രയും അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് ഈ കോടതികൾ തന്നെയുണ്ട്. കോടതികൾ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അയാൾ കുറ്റക്കാരനാണെന്ന്. പക്ഷേ അയാൾക്ക് സാക്ഷികളെ സ്വാധീനിക്കുന്നു, കാശുണ്ട്, അധികാരമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇത്തരം കാരണങ്ങളാൽ അയാൾ വളരെ നിസ്സാരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ അത്താണിയായിട്ടുള്ള കോടതികളെപ്പോലും നമുക്ക് അവിശ്വസിക്കേണ്ടി വരുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ഏതൊരു പൗരനും അതൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് എന്നെ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ട്, പല ഉറക്കങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറേ സീരിയലായിട്ട് തന്നെ കോടതിയുടെ ഈ ആ ന്യായവും നീതിന്യായ വ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളുണ്ട്. അതായത് അഭയം കിട്ടാതെ കൈവിട്ടു പോകുന്ന അശരണരായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളാണ്. അത് കുറച്ച് നേരം ചിത്രത്തിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ചിത്രത്തിൽ ഈ പശുക്കൾ ഭയങ്കരമായ ഒരു ഗ്ലോറിഫൈ ചെയ്ത് വരുന്നു, താഴെ ഒരാളെ അടിയേറ്റ് കൊന്ന് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ചില സംഭവങ്ങളെ സിംബലൈസ് ചെയ്തുകൊണ്ട് വരച്ച ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ജീർണതയാണ് ഇതിൻ്റെ പ്രധാന വിഷയം. മറ്റൊന്ന് നേതാക്കളാണ്. നേതാക്കളിൽ നിന്ന് നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്ന, ജനം പ്രതീക്ഷിക്കുന്ന, വരുന്ന തലമുറ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ മൂല്യബോധമുണ്ട്. ആ മൂല്യബോധം അവർ നഷ്ടപ്പെടുത്തുകയും നമ്മളെ നിരാശരാക്കുകയും പറയുന്നതിന് നേരെ തിരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് സത്യത്തിൽ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നില്ല. അതൊരു തലമുറയെ നശിപ്പിക്കുകയാണ്, വരുന്നവരെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അത്തരത്തിൽ അത് വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്താറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മൂല്യച്യുതിയാണ് പ്രധാനമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത്. അത് മതങ്ങളാവാം, രാഷ്ട്രീയമാവാം, എല്ലാ തരത്തിലും. ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു വലിയ വടവൃക്ഷമുണ്ട്. അതിൻ്റെ മുകളിൽ ഉള്ളത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തീണ്ടാപ്പാടകലെ ജനം നിന്ന ഒരു കറുത്ത കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ്. അതിൽ നിന്ന് മോചനം നേടാൻ കേരള ജനതയെ സഹായിച്ചവരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിലും ഒരു വലിയ സാംസ്കാരിക വിപ്ലവം നടത്തുന്നതിലും ഒക്കെ സഹായിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐക്കണാണ് ഗാന്ധിജി. അവരൊരു വലിയ വടവൃക്ഷമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ താഴത്തെ തായ്വേരിൽ അത് ഒരു എലിയിരുന്ന് പകുതിയിലധികം കരണ്ട് തിന്നുന്നത് കാണാൻ പറ്റും. ഇത് ഇവിടെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത്, അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവരുടെ അണികൾ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല.
ജാതി വിരോധങ്ങൾ പ്രചരിപ്പിക്കുക, അത്തരത്തിൽ ഉണ്ട്. മറിച്ച് ഗാന്ധിജിയുടെ ശിഷ്യന്മാർ ചെയ്യുന്നത് തന്നെയാണ്. ഗാന്ധിജിയെ വിട്ടുപോയി വേറൊരു ചിത്രത്തിൽ ഞാൻ തളർന്നു കിടക്കുന്ന ഒരു ഗാന്ധി പക്ഷിയെ വരച്ചിട്ടുണ്ട്, മറ്റു പക്ഷികളെല്ലാം പറന്നു പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അബറേഷൻ അതാണ് സത്യത്തിൽ ഈ ചിത്രങ്ങളിൽ കൂടുതലുള്ളത്. പിന്നെ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊന്ന് ഒരു ഇറച്ചിക്കോഴിയെ പോലെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥ, മതങ്ങളാണ് അതിൻ്റെ ചുറ്റും. അത്തരത്തിലുള്ള ഈ വേർതിരിക്കലിൻ്റെ അവസ്ഥകൾ ഇതെല്ലാം മനസ്സിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ ചിത്രങ്ങൾക്ക് ഭാഷയായിട്ടുണ്ട്. നമുക്ക് ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം ഒരു അപജയങ്ങളെ നീക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു കലയെന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ ഒരു സാമൂഹ്യ അനീതിയെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഒരു വെറും പ്രതിഷേധമായിട്ട് മാറുന്നതിനോടൊപ്പം തന്നെ അതിനൊരു കലാപരമായിട്ടുള്ളൊരു അനുഭൂതി കൂടി നൽകണം എന്ന് തോന്നില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും. ഞാൻ വരയ്ക്കുന്നത് ഒരു നോട്ടീസായിട്ടല്ല വരയ്ക്കുന്നത്, ഒരു പോസ്റ്ററായിട്ടല്ല വരയ്ക്കുന്നത്. അത് ആർട്ടിൻ്റെ ഒരു ഭാഷയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ആർട്ടിൻ്റെ ഭാഷയാണ്, ആർട്ടിൻ്റെ നിറങ്ങളുടെ ഉപയോഗത്തിലും ഒക്കെ ഞാൻ അതിൻ്റെ എനിക്ക് കഴിയുന്നത്രയും സൂക്ഷ്മത പാലിക്കാറുണ്ട്. അപ്പോൾ അതൊരു ആർട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് എൻ്റെ പ്രതിഷേധങ്ങൾ, എൻ്റെ വേദനകൾ, സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിരാശകളൊക്കെ അതിനകത്ത് വിഷയമാകാറുണ്ട്. ഇപ്പോൾ ഈ AI സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കലാകാരന്മാർക്ക് ഈ കലാകാരന്മാർ ഒരു വല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് കിടക്കുകയാണ്. കാരണം AI ഒക്കെയാണ് കൂടുതലായിട്ട് ഇപ്പം ഇപ്പോഴത്തെ ജെൻസി ഇതിൽ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ചിത്രരചനയ്ക്ക് കൂടുതൽ താല്പര്യം ആളുകളിലേക്ക് വരാതിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ഒരു നീരുറവ പൊട്ടി വരുന്നത് പോലെയാണ് ഈ ആശയം വരുന്നത്, അല്ലെങ്കിൽ ചിത്രകാരന്മാരാകാൻ സാധാരണ കുട്ടികൾ വരുന്നത്. അത് ഒരു സ്വാഭാവിക വികാസമാണ്. പക്ഷെ മറിച്ച് AI സ്വാധീനം നമ്മൾ എത്ര നിഷേധിച്ചാലും ഒഴിവാക്കാൻ പറ്റില്ല. അത് വളരെ സത്യസന്ധമായി തന്നെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ട്. അത് ഒരിക്കലും അങ്ങനെ AIക്ക് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളൊരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു ചിത്രം അത് ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന ചിത്രമാവില്ല. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ചിത്രം പോലെ അവർക്ക് ചെയ്യാനും പറ്റില്ല. ഇത് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാവും. നമ്മൾ ഇത്രയും കാലമായിട്ട് വരച്ച് വന്ന അതിൻ്റെ ഒരു കൈത്തഴക്കമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ടോ ഉണ്ടാവും. AI സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്നത്, അവൻ കമൻറ്റ് കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് തരുന്നു. ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന് AIക്ക് പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മൾ എത്ര തന്നെ അതിനകത്ത് ഇഞ്ചെക്റ്റ് ചെയ്തിരുന്നാലും അതിന് പരിമിതിയുണ്ട്. ഇത് നമ്മുടെ മാത്രമായ ഒരു ഏകാന്ത സഞ്ചാരമാണ്. അപ്പോൾ ഈ 1985 മുതൽ സാർ ഈ ഒരു മേഖലയിലുണ്ടല്ലോ. അപ്പം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് നോക്കുമ്പം വല്ലാതെ ഒരു മാറ്റമായിട്ട് തോന്നുന്നത് എന്താണ്? ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ മോഹൻജദാരോ ഹാരപ്പ പരിഗവേഷണ സ്ഥലത്ത് ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങളിൽ തുടങ്ങുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്, ഒരു ചരിത്രമുണ്ട്. അത് കഴിഞ്ഞ് ട്രൈബൽ ആർട്ടുകൾ വരുന്നു, മ്യൂറൽ പെയിൻറ്റിങ് വരുന്നു, മുഗൾ പെയിൻറ്റിങ് വരുന്നു, താഞ്ചൂർ പെയിൻറ്റിങ് വരുന്നു, അങ്ങനെ വന്ന് ഇൻഡിവിജ്വൽ പെയിൻറ്റേഴ്സ് വരുന്നു. അപ്പോൾ വളരെ ക്ലാസിക്കലായിട്ടുള്ള പെയിൻറ്റിങ് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. ക്യൂബിസം, എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, സറിയലിസം, അങ്ങനെ അനവധി പരീക്ഷണങ്ങൾ ചിത്രകലയിൽ. അതായത് കഥയ്ക്കും കവിതയ്ക്കും മുമ്പ്, സാഹിത്യത്തിനും മുമ്പ് ആദ്യം പരീക്ഷണം നടന്നിട്ടുള്ളത് ചിത്രകലയിലാണ്. അപ്പോൾ ആ പരീക്ഷണങ്ങളുടെ ഏറ്റവും അറ്റത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വരച്ചു പോയവർ, ചിന്തിച്ചവർ, ഇതെല്ലാം എന്നെ സ്വാധീനിക്കും, ഉറപ്പായിട്ട് സ്വാധീനിക്കും. അതിൽ നിന്ന് ഒരു ചിത്രകാരനും മോചനമില്ല. അപ്പോൾ അത് മോചിപ്പിക്കപ്പെടുന്നത് എൻ്റെ മാത്രം ചിന്തയിൽ ആണ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ശൈലികൾ ഇപ്പോൾ അവരുപയോഗിച്ച ഓയിൽ കളർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവരുപയോഗിച്ച ഇപ്പോൾ ഏറ്റവും മോഡേണായിട്ടാണ് പിന്നീട് ഈ അക്കർലിക്ക് വരുന്നത്. അക്കർലിക്ക് വരുന്ന കാലത്ത് എത്രയോ പേര് ഉപയോഗിക്കുന്നു. കളർ അത് തന്നെയാണ്. പക്ഷേ ആശയവും നമ്മുടെ കരവിരുതും ആരുടെ ആയിരുന്നാലും ആ കരവിരുതും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ചിത്രം. ഒരു ചിത്രത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്നത് ചിത്രത്തിനുള്ളിൽ നമ്മളുണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലാതെ ഒരു ചുവര് അലങ്കരിക്കാനുള്ള ഒരു അലങ്കാര വസ്തുവായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല, ചിത്രത്തെ കണ്ടിട്ടേ ഇല്ല. അത് പാബ്ലോ പിക്കാസോയുടെ വേഡിങ് ആണ്. ചുവരുകൾ അലങ്കരിക്കാനുള്ളതല്ല ചിത്രങ്ങൾ. ശത്രുവിനെതിരായ പോരാട്ടത്തിൽ പ്രതിരോധത്തിനുമുള്ള
പോരാട്ടത്തിനും പ്രതിരോധത്തിനുള്ള ഉപാധിയായിരിക്കണം ചിത്രകല എന്നുള്ളത്. അത് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ശത്രുവിൻ്റെ എതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട്, അതിനുള്ളൊരു ആയുധമായിട്ടാണ് ഞാൻ സത്യത്തിൽ ചിത്രത്തെ കാണുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇനിയും വരുന്ന പുതിയ കലാകാരന്മാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സന്ദേശം അങ്ങനെ പറയാനൊന്നുമില്ല. ഒന്ന് ഉള്ളത് ആത്മാർത്ഥമായ ചിത്രരചനയായിരിക്കണം. ആർക്കെങ്കിലും വേണ്ടി വരയ്ക്കരുത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും താല്പര്യത്തിന് വേണ്ടി വരയ്ക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാനാകണം ചിത്രകല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സത്യസന്ധമാവുക എന്നുള്ളതാണ്. ഈ മീഡിയത്തോട്, ഈ പ്രമേയത്തോട് സത്യസന്ധനാവുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായി പോവും. ഇപ്പോൾ ഒരു ഹോട്ടലിൽ വെക്കാനുള്ള ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ. പക്ഷേ അത് ഒരു പക്ഷേ ബിസിനസ്സിനോ അല്ലെങ്കിൽ ജീവിതത്തിനോ വേണ്ടി വരുമായിരിക്കും. അതിനെ ഞാൻ തള്ളിപ്പറയല്ല. പക്ഷെ ഒരു യഥാർത്ഥ ചിത്രകാരൻ ചെയ്യേണ്ടത് അവൻ ആ ചിത്രത്തിൽ ഉണ്ടാവണം, അവൻ്റെ ചിന്ത ഉണ്ടാവണം, അവൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അത് മസ്റ്റാണ്. ഓക്കെ സാർ, താങ്ക് യു.